വിലാപയാത്ര കായംകുളത്ത് എത്തിയിരിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കരിയിലക്കുളങ്ങരയാണ്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. അവരുടെ വിപ്ലവ നായകന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും കായംകുളത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ശ്രീജിത്ത്. ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്ര കായംകുളത്ത് എത്തി നിൽക്കുകയാണ്. കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളാണ് VS-ന് അന്തിമാഭിവാദനം അർപ്പിക്കാനായി ഇവിടെ നിൽക്കുന്നത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടെയുണ്ട്. കായംകുളം തുന്നനും പരിസര പ്രദേശങ്ങളുമുള്ള ജനങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ വിലാപയാത്രയും ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനം മുന്നോട്ട് കടത്തിവിടാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ആലപ്പുഴ എത്തേണ്ടതായിരുന്നു ഈ വിലാപയാത്ര. എന്നാൽ ഇപ്പോൾ മണിക്കൂറുകൾ വൈകി. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇപ്പോഴും കായംകുളത്ത് എത്തി നിൽക്കുന്നേ ഉള്ളൂ. വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തെ ഒഴിവാക്കി വേഗം വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. പാർട്ടി പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ്.